ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുവിടാം. മാനസ് ഒറ്റക്കിനി എങ്ങും പോകണ്ട. അപകട മരണങ്ങൾക്ക് വാർത്താ പ്രാധാന്യം കുറവാണ്. ഞാൻ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയാ. നമ്മുടെ സക്കറിയ സാർ മരിച്ചുപോയി. ഹലോ, യെസ്, അഡ്വക്കേറ്റ് PS നെന്മാറ ഹിയർ. അതെ, എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. എൻ്റെ കൂടെ ആര് താമസിക്കണം ആര് താമസിക്കരുതെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. പേടിപ്പിക്കാൻ നോക്കരുത്. ഷട്ട് അപ്പ്. ആരാ വിളിച്ചത്? ഭീഷണിയാണല്ലേ? എനിക്കറിയാം. ഞാനിവിടെ താമസിക്കുന്നുണ്ട് വക്കീലിനാ ബുദ്ധിമുട്ട്. എന്ത് ബുദ്ധിമുട്ട്? അതൊക്കെ അങ്ങനെ കിടക്കും. ഞാൻ ആലോചിക്കായിരുന്നു. ഒന്നും ആലോചിക്കണ്ട. അതല്ല വക്കീലെ, ഏതായാലും ഇനി പരോള് തീരാൻ അധികം നാളില്ല. ഇനിയുള്ള ദിവസങ്ങൾ വല്ല ഹോട്ടലിലോ മറ്റോ. എന്തിന്? ഇപ്പൊ ഈ ഫോൺ വന്നതുകൊണ്ടാണോ? പേര് പറയാതെ ഫോൺ ചെയ്യുന്നവരും ഊമക്കത്തുകൾ അയക്കുന്നവരും ഒക്കെ ഭീരുക്കളാണ്. എന്നെ അവരൊരു ചുക്കും ചെയ്യില്ല. എടുത്തുചാട്ടത്തിനൊന്നും താൻ നിൽക്കണ്ട. കഴിയുന്നതും വേഗം വീട്ടിലേക്ക് തിരിച്ചു പോവുക. കുറച്ച് നാളത്തേക്ക് വീടിന് പുറത്തിറങ്ങാതിരിക്കുക. സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ വായനക്കാർക്ക് ആവേശം കൊടുത്ത ആളാണ് ഈ പറയുന്നത്. അപകടം വിളിച്ചു വരുത്തിയിട്ടല്ല ധൈര്യം കാണിക്കുന്നത്. കാത്തിരിക്കണം. അവസരം വരുമ്പോഴേ പ്രതികരിക്കാവൂ. ഇതാണ് ഏറ്റവും നല്ല അവസരമെന്നാ എനിക്ക് തോന്നുന്നത്. മാനസയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? സത്യസന്ധമായ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പോലും തനിക്ക് കഴിഞ്ഞോ? അവരുടെ ശത്രു ആകുകയും ചെയ്തു. 11-ാം തീയതി വരെ ഞാൻ കൂട്ടിനുണ്ടാവും. അത് കഴിഞ്ഞാൽ മാനസ ഒറ്റയ്ക്കാണ്. അത് മറക്കണ്ട. പക്ഷേ തോറ്റു കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. തോൽവിയായിട്ട് കരുതണ്ട. ഈ അനുഭവങ്ങളൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും സഹായമായെന്നിരിക്കും. ഇല്ല, രാഷ്ട്രീയത്തിലും ഗവൺമെന്റിലൊക്കെ അവർക്ക് മാത്രമല്ലല്ലോ ഇൻഫ്ലുവൻസ് ഉണ്ടാവുക. എന്റെ ഡാഡിക്ക് അറിയാവുന്ന കുറെ പേരുണ്ട്. ഞാൻ ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എങ്ങനെ? അസംബ്ലിയിൽ ഒരു പ്രശ്നം ഉന്നയിപ്പിക്കുക, അതല്ലെങ്കിൽ ഗവർണറെ നേരിട്ട് കാണുക. വളരെ സില്ലിയായ ഒരു മാർഗമാണ്. പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ മറ്റൊരു വഴിയുണ്ട്. കുറച്ച് സാഹസമാണ്. വ്യക്തമായ പ്ലാനിങ്ങും വേണം. പക്ഷേ മാനസയ്ക്ക് അത് പറ്റും ആസ് എ ജേർണലിസ്റ്റ്. പ്രിന്റിംഗ് എല്ലാ എഡിഷനും ആയോ? എവിടെ? സിറ്റി എഡിഷന് മാറ്റർ പോലും എത്തിയിട്ടില്ല.
എന്താ ഈ രാത്രിയില്? ഞാനിവിടുന്ന് വിട്ടു, അറിഞ്ഞില്ലേ? ആ, ആരോ പറഞ്ഞു. സത്യമാണല്ലേ? അതെ, നാളെ രാവിലെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഓ. നൈറ്റ് ഡ്യൂട്ടിയിലുള്ളവരെ ഇപ്പോഴല്ലേ കാണാൻ പറ്റൂ. ഞാൻ യാത്ര പറയാൻ വന്നതാ. ഞാൻ കമ്പോസിംഗ് റൂമിൽ നിന്ന് പോയിട്ട് വരെ. ശരി. ഹലോ, മാനസന്റെ ഈ സമയത്ത് ഇപ്പൊ വന്നാലേ നിങ്ങളൊക്കെ കാണാൻ പറ്റൂ. എഡിറ്ററായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏയ് ഒന്നുമില്ല, ജോലിയൊന്നും മതിയെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ആ. സിറ്റി എഡിഷന്റെ പണി കഴിഞ്ഞില്ലേ? ഇല്ല, മാറ്റർ കമ്പോസ് ചെയ്യുന്നുള്ളൂ. ആ, ജോലി നടക്കട്ടെ. സോറി. താങ്ക് യു. വരട്ടെ. ശരി. പകൽമാന്യന്മാർ എന്ന് മുതലാണോ തന്റെ ശത്രുക്കളായത്? നമ്പ്യാരെ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. വേണ്ട, നേരം പുലർന്നപ്പോ മുതൽ ഞാൻ കേട്ടോണ്ടിരിക്കുക. ഫോൺ കാളുകൾ, അന്വേഷണങ്ങൾ, നാട്ടുകാർക്ക് ചൂടുള്ള ഒരു വാർത്ത കിട്ടിയല്ലോ. എന്ത് തെറ്റാണോ തന്നോട് ഞാൻ ചെയ്തിട്ടുള്ളത്? നമ്പ്യാരെ, കാര്യം അറിയാതെ ബഹളം വെക്കരുത്. ഞങ്ങൾ ആരും അറിയാതെയാ വാർത്ത വന്നത്. വാര്യരോട് ചോദിച്ചു നോക്കൂ. നിങ്ങളറിയാതെ നിങ്ങളുടെ പത്രത്തിൽ എങ്ങനെയോ വാർത്ത വരുന്നത്? അതെ സർ, ഇത് കണ്ടില്ലേ? ലാസ്റ്റ് എഡിഷനിൽ മാത്രമാണ് ന്യൂസ് വന്നിരിക്കുന്നത്. പരസ്യത്തിന്റെ മാറ്റം പേസ്റ്റൽ പേരിൽ നിന്ന് മാറ്റി നമ്മുടെ ഫോട്ടോ കമ്പോസിംഗിൽ കമ്പോസ് ചെയ്ത് ഒട്ടിച്ചു വിട്ടിരിക്കുകയാണ്. പ്രൂഫ് റീഡിംഗ് പോലും കഴിഞ്ഞിട്ടാ ഇത് നടന്നിരിക്കുന്നത്. അസംബ്ലി കൂടുന്ന സമയമാ. പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരുത്തം കുത്തിപ്പൊക്കിയ ആരൊക്കെ കുടുങ്ങുമെന്ന് ആർക്കറിയാം? ആർക്കാണോ ഇതിന്റെ ഉത്തരവാദിത്വം? തനിക്കോ അതോ പ്രസിലെ തൊഴിലാളിയേക്കോ? എല്ലാവരും വിളിച്ച് ഞാൻ ചോദിച്ചു സർ, ആരും ഇത് അറിഞ്ഞിട്ടില്ല. ലാസ്റ്റ് എഡിഷൻ പ്രിന്റ് ചെയ്യുന്ന സമയത്താണ് ആ പെണ്ണവിടെ വന്നത്. അതെനിക്ക് കറണ്ടും പോയി. ഏത് പെണ്ണ്? നമ്മളൊന്ന് പിരിച്ചു വിട്ടില്ലേ, അവള് തന്നെ, മാനസ. മാനസ ഒന്ന് വിളിപ്പിക്കണം. അവളിവിടെ ഇല്ല. ഇന്നലെ വൈകുന്നേരം നാട്ടിലേക്ക് പോയി. കള്ളം പറയരുത്. സത്യമാണ്. പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ദയവ് ചെയ്ത് പുറത്തു പോകണം. ഇത് പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ്. ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. അവളിവിടെ ഇല്ല, സത്യമായിട്ടും ഇല്ല. ഓ, മാനസ. എന്നെ ഇന്റർവ്യൂ ചെയ്യാമെന്ന ആ കുട്ടി. ഷീസ് എ റിയൽ നൂയിസൻസ് മിസ്റ്റർ ജലീൽ. ഇടവും വലവും എന്നെ വിട്ടിരുന്നില്ല. ഇന്റർവ്യൂ, ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞ് എത്ര ദിവസം ഇവിടെ കയറി ഇറങ്ങിയെന്നറിയോ? അവസാനം മുഖത്ത് നോക്കി പറയേണ്ടി വന്നു ഇറങ്ങിപ്പോവാൻ. അല്ല, അവക്കിപ്പോ എന്ത് പറ്റി?